ഫ്രഷായിട്ടുള്ള റംബുട്ടാൻ എടുത്തേക്കുന്നതാണ് കാണുന്നത്. ഇനി വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ പാത്രം വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ ലീവ്സ് ഒക്കെ സ്റ്റെമ്മൊക്കെ പറിച്ച് കളഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് തോട് പൊട്ടിച്ചെടുക്കണം. ചെറിയ കത്തി ഉപയോഗിച്ച് പൊട്ടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇപ്പം ഇത് കുറേ ഉണ്ട്. ഇത് ഏകദേശം ഒരു 4 കിലോളം ഉണ്ട്. എന്നിട്ട് ഭരണി യൂസ് ചെയ്യുന്നത് വെള്ളം തന്നെ ഒട്ടും ഇല്ലാത്തതായിരിക്കണം. അതിലേക്ക് ഇങ്ങനെ ആദ്യമേ ഓരോന്നായിട്ട് ആഡ് ചെയ്യണം. റംബുട്ടാൻ അതിലേക്ക് ആഡ് ചെയ്യണം. ഭരണി യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഏകദേശം ഒരു 10 ലിറ്ററോളം കൊള്ളുന്ന ഭരണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 കിലോ ഉള്ളത് കൊണ്ട് തന്നെ ഒരു 8 ലിറ്റർ വൈൻ തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 2.5 കിലോഗ്രാം പഞ്ചസാര. 1 കിലോയ്ക്ക് 600 ഗ്രാം വെച്ചാണ്. അപ്പോൾ ഒരു 4 കിലോയ്ക്ക് 2.5 കിലോഗ്രാം പഞ്ചസാര ആഡ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഒരു 30 ഗ്രാമോളം ആഡ് ചെയ്യേണ്ടി വരും. ഒരു 4 കിലോയ്ക്ക് 30 ഗ്രാം ആഡ് ചെയ്യേണ്ടി വരും. ഇതിലേക്ക് ചെറിയ ഹോട്ട് വാട്ടറാണ്, ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളമേ ആദ്യം ഒഴിക്കുക. ഇപ്പോൾ 8 ലിറ്റർ ഉണ്ട്. 4 കിലോയ്ക്ക് 8 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഭരണി ഫുള്ളാക്കി നിറയ്ക്കാൻ വേണ്ടി. മിക്സ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും തവി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. ഈസ്റ്റും പഞ്ചസാര, റംബുട്ടാൻ, ഇത്രയും വെള്ളം, ഇത്രയുമാണ് ഇപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക അത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഗ്രാമ്പൂവും ഏലക്കയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫുൾ വെള്ളം നിറയ്ക്കണം. ഏകദേശം ഒരുപാടങ്ങ് നിറയ്ക്കല്, മുകളിലേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ എയറിൻ്റെ പ്രശ്നം ഉണ്ടായി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കുറച്ച് മുകളിൽ വരെ നിറയാതെ വേണം, ഒരു ഗ്യാപ്പ് ഇതാക്കിയിട്ട് വേണം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി കൂടിപ്പോകാൻ സംശയമുണ്ട്. ഇപ്പോൾ ഫുൾ പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ചെടുത്ത് മാറ്റിയായിരുന്നേ ഇത് നിറയാൻ.